ഇതാണ് റോസ്മേരി എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ ഇപ്പം എല്ലാവരും അന്വേഷിച്ചെടുക്കണ ഒരു ചെടിയാണ് റോസ്മേരി. ഒരുപാട് ആവശ്യക്കാരാണ് റോസ്മേരിക്ക്. പിന്നെ റോസ്മേരി എന്ന് പറഞ്ഞാൽ അതിന് തലമുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള ചെടിയാണ് റോസ്മേരി എന്ന് പറഞ്ഞപ്പോൾ റോസ്മേരി വാട്ടർ, റോസ്മേരി ഓയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. റോസ്മേരി ലീഫും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ എടുത്ത് നമുക്ക് ഓയിൽ ഉണ്ടാക്കാം, നമുക്ക് വാട്ടർ ഉണ്ടാക്കാം. അതുകൂടാതെ നമുക്ക് ഫുഡിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചെടിയാണ് റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ പിടിച്ച് കിട്ടാൻ പ്രയാസമുള്ള ചെടിയാണ് റോസ്മേരി. നമ്മൾ കുറേ പ്ലാന്റ് നടുമ്പോഴായിരിക്കും ഒരു പ്ലാന്റൊക്കെ പിടിച്ച് കിട്ടണത്. അപ്പം ഒരുപാട് പേരാണ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കണത്. പക്ഷേ പ്ലാന്റ് നമ്മൾ നല്ല കെയർ വേണ്ട ചെടിയാണ് റോസ്മേരി. അപ്പം റോസ്മേരി നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നഴ്സറി മണ്ണ് കുറേ കളയുക, എന്നിട്ട് വേണം നടാനായിട്ട്. പിന്നെ മഴ കൊള്ളണോടത്തൊന്നും റോസ്മേരിയുടെ പ്ലാന്റ് വെക്കാൻ പാടില്ല. പിന്നെ വെയിലത്ത് വെക്കുകയും വേണം. പിന്നെ വെള്ളം നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഇലയമേലൊന്നും വെള്ളം വീണ രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ തടത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതൊരു 3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എല്ലാ ദിവസവും നനക്കാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ കെയർ ചെയ്താൽ മാത്രമേ റോസ്മേരി ചെടി നമ്മുടെ വീട്ടിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ട, ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ ചെടിയാണ്. നമ്മൾ ഇതിൽ നിന്ന് ഇലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണതാണ്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഇതിൻ്റെ അരിയത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല സുഗന്ധമാണ്. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. നമുക്കൊരു ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്താം. ഇപ്പോൾ ഈ ഡിമെൻഷ്യ പേഷ്യൻസൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു 2 കട്ടിങ് എടുത്ത് അവർ കിടക്കണ റൂമിൻ്റെ ജനലിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ചേഞ്ചാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇത് ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് വളർത്താമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് വളർത്തുമ്പോഴും നമുക്ക് ഇതെടുത്തിട്ട് വെയിലുള്ള ദിവസങ്ങളിൽ വെയിലത്തേക്ക് വെക്കണം. എന്നിട്ട് രാത്രി എടുത്ത് അകത്ത് വെക്കാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് അകത്ത് വെച്ച് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയല്ല റോസ്മേരി. പിന്നെ നമുക്കിതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് കൃഷിയായിട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കമ്പ് മുറിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ ചെടിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ നഴ്സറികളിൽ നിന്ന് തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. നഴ്സറികളിൽ നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയതല്ലേ റോസ്മേരി എന്ന് വെച്ചാൽ തണുപ്പ് പ്രദേശങ്ങളിലാണ് റോസ്മേരി അധികം ഉണ്ടാവുന്നത്. ഇപ്പോൾ ബാംഗ്ലൂര്, മൂന്നാർ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലാവസ്ഥയിൽ പിടിക്കുന്ന ചെടിയാണ്. അവിടെയൊക്കെ നന്നായിട്ട് മരം പോലെ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കണ്ട സൂചി പോലത്തെ ഇലകളാണ് ഇതിൻ്റെത്. പിന്നെ ഇത് നമുക്ക് ഭക്ഷണത്തിലും ചേർക്കാം കേട്ടോ. ഭക്ഷണത്തിന് നല്ല സുഗന്ധവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ വർദ്ധിക്കുന്ന റോസ്മേരി കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. അതേപോലെ നമുക്ക് ബിരിയാണിയിലെല്ലാം ചേർക്കാം. നമുക്ക് ഭക്ഷണത്തിനൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൊതുക് നശീകരണത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ റോസ്മേരി ഇല ചതച്ചിട്ടിട്ട് വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊതുകുകളെയൊക്കെ അകറ്റാൻ പറ്റും. നമ്മൾ തറയൊക്കെ തുടക്കുമല്ലോ, തറ തുടക്കുമ്പോൾ ഈ റോസ്മേരി ഇല ചതച്ചിട്ടിട്ട് ആ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് നല്ല സുഗന്ധം ഒരുക്കുള്ളൂ. അപ്പോൾ ഈ ഈച്ച കൊതുകിൻ്റെയൊക്കെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാത്തിനും പറ്റിയ ചെടിയാണ് ഈ റോസ്മേരി. പിന്നെ ഇതിൻ്റെ വാട്ടറാണ് ഈ കാണുന്നത് കണ്ട. അപ്പോൾ റോസ്മേരി വാട്ടറാണ്. നിങ്ങൾ റോസ്മേരി വാട്ടറൊക്കെ മിക്ക ആളുകളും മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ റോസ്മേരി വാട്ടർ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രഷ് ഇല കൊണ്ട് ഉണ്ടാക്കിയ റോസ്മേരി വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രഷ് ഇലകൾ എടുത്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് കണ്ട, ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്യാം. കണ്ട, നമ്മൾ തലമുടിയിലൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പകാലനര, പിന്നെ മുടി കൊഴിച്ചിൽ, മുടി തഴച്ച് വളരാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഈ റോസ്മേരി വാട്ടർ. അപ്പം നമ്മൾ കുളിക്കണേക്ക് 1 മണിക്കൂർ മുമ്പ് നന്നായിട്ട് തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴുകിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുടിക്കൊക്കെ നല്ല സുഗന്ധമൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ റോസ്മേരി വാട്ടറാണ് ഈ കാണുന്നത്. നമുക്ക് അതേപോലെ റോസ്മേരി കൊണ്ട് നമുക്ക് ഓയിലും ഉണ്ടാക്കാം കേട്ടോ. ഓയിൽ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നമ്മിത് വെളിച്ചെണ്ണയിലിട്ട് തിളപ്പിക്കണതല്ല റോസ്മേരി ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പം ഇതിൻ്റെ ലീവ്സ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണ്. ഇപ്പം നമ്മൊരു ചെരുവത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൊരു പാത്രത്തിൽ ഓയിലും റോസ്മേരിയുടെ ഇലയും കൂടി ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഓയിൽ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുമല്ലോ. ആ ഓയിൽ എടുത്ത് നമുക്ക് ബോട്ടിലാക്കി അരിച്ച് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി ഓയിലായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് ഓയിലും വാട്ടറൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റോസ്മേരിയുടെ തൈകളൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എല്ലാവരും ഇപ്പോൾ റോസ്മേരിയുടെ തൈകളൊക്കെ മേടിച്ച് നടണം. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ റോസ്മേരിയിൽ. അതേപോലെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിലും നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് തലമുടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം, നല്ലൊരു സൗന്ദര്യ വർധനവിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ റോസ്മേരി. അപ്പോൾ എല്ലാവരും റോസ്മേരിയുടെ പ്ലാന്റൊക്കെ മേടിച്ച് നടാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.